ഇന്നേ നല്ല മടിയുള്ള ദിവസം, എന്നാൽ കറി ഒഴിവാക്കാനും പറ്റില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കറി, ഒരു മോര് കാച്ചിയത് നമുക്ക് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളാണ്, 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മടിയുള്ള ദിവസങ്ങളിലും വയ്യായുള്ള ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മോര് ഒഴിച്ച് കൊടുക്കാം. അത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം. അത് എത്ര വെള്ളം ഒഴിക്കണം എന്നൊക്കെ ഓരോരുത്തരുടെ പുളിയും പിന്നെ കട്ടി കൂടുതലും അതൊക്കെ നോക്കിയിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. പറഞ്ഞ സമയം കൊണ്ട് ഈ കറി ഉണ്ടാക്കി തീരുന്നേ. അത്രയും എളുപ്പമുള്ള കറിയാണത്. ഇതിലും എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. പിന്നെ നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കടുകും പിന്നെ ഉലുവയും ചേർത്ത് പൊട്ടിക്കാം. അത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകാണ്. ആ വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും അതുപോലെ 4-5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചിട്ട് ചേർക്കണമെങ്കിലും ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 10-15, അതിന് നമുക്ക് അളവൊന്നുമില്ല, എത്ര ചേർത്തോ അത്രയും ടേസ്റ്റ് കൂടും. ചുവന്നുള്ളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം എന്നൊക്കെ പറയില്ലേ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാദ്യം ചേർക്കേണ്ടതായിരുന്നു, ഞാൻ മറന്ന കാരണം ഇപ്പോൾ ചേർത്തെന്ന് മാത്രം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടികൾ ആഡ് ചെയ്യാണ്. പൊടികളെന്ന് പറയാൻ അധികം പൊടിയൊന്നുമില്ല, ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനാവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മോരിൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മോര് മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്നടിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ മോര് ആയതുകൊണ്ട് നമ്മൾ തിളപ്പിക്കില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.